ഓടിപ്പോരുത്, ഞാൻ നിന്നെ വെറുതെ വിടില്ല. അവിടെ നിൽക്കാൻ. എടോ, താൻ എങ്ങോട്ടായി പോണത്? അല്ല, ഇത് യോധ സിംഗ് ആണല്ലോ. ജയിലിൽ നിന്ന് ഓടിപ്പോയ കുറ്റവാളിയാ. പോലീസുകാരുടെ ചെക്കിംഗ് കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ. അല്ല, നിങ്ങൾക്കതില് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മക്കളെ? ഇല്ല, ഞങ്ങളൊന്നും പറയില്ല. ഈ വിവരം എത്രയും പെട്ടെന്ന് ശിവയെ അറിയിച്ചേ പറ്റൂ. നോക്കൂ മാഡം, ഏതായാലും ഈ കുട്ടി എന്റെ കൂടെ ഇരിക്കട്ടെ. പിന്നൊരു കാര്യം, ദിവസവും നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും കാഷ്വൽ ആയിട്ട് തന്നെ പെരുമാറണം. എന്നാൽ ഈ കുട്ടിയെ മാത്രം ഞാൻ എങ്ങോട്ടും അയക്കില്ല. ഇനി നിങ്ങൾ പോലീസുകാരെയോ അല്ല മറ്റാരോടെങ്കിലുമോ പറഞ്ഞാൽ പിന്നെ ഇവളെ കാര്യം പോക്കാണ് കേട്ടാ. ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. എന്റെ മോളെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഹലോ ശിവ. ആന്റി, രേവ എവിടെ? ഇന്ന് അവള് പ്രാക്ടീസിനൊന്നും വന്നില്ലല്ലോ. മോനെ, അവക്ക് തീരെ സുഖമില്ല. നീ ഇങ്ങോട്ടൊന്നും വരല്ലേ, കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ അസുഖം പകരുമെന്നാണ്. ഓക്കെ ആന്റി, എന്നാ പിന്നെ ശരിക്കും റെസ്റ്റ് എടുത്തോട്ടെ. ബൈ. ബൈ മോനെ. വേഗം ചെന്ന് നല്ല രുചിയുള്ള കുറെ ഭക്ഷണം ഉണ്ടാക്ക്. എനിക്കാണെങ്കി ഭയങ്കര വിശപ്പ്. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അല്ലേ? അല്ല, ഇവളുടെ അച്ഛൻ 2-3 ദിവസത്തേക്ക് മുംബൈക്ക് പോയിരിക്കുക. ഹലോ ആന്റി, രവിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പനിയുടെ മരുന്ന് കഴിച്ച് ഇപ്പൊ റെസ്റ്റ് എടുക്കുവാണ് ശിവ. തുടങ്ങാം. ഹലോ ആന്റി, രേവയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊന്ന് സംസാരിച്ചോട്ടെ? സോറി ശിവ, അവള് തീരെ സുഖമില്ലാതിരിക്കുക. അവക്ക് ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ല. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഇതെന്താ ഇങ്ങനെ? ഇതുവരെ ആന്റി എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. ഓക്കെ ആദി, യോടി ആ ടെന്നീസ് ബോൾ എറിയൂ. ഐ ആം റെഡി. ആ യോധ സിംഗുമായിട്ട് വഴക്കിടാൻ ഞാൻ റെഡിയാണ്. എനിക്കിപ്പോ രേവയോട് സംസാരിക്കണം. ഞാൻ അവനുമായി സംസാരിച്ചില്ലെങ്കിൽ അവൻ എപ്പോഴും ഫോൺ വിളിച്ചോണ്ടിരിക്കും. ഹലോ ശിവ, സോറി കേട്ടോ ഞാൻ നിന്നോട് സംസാരിക്കാത്തതിന്. കാരണം എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. അതുമല്ലാതെ ഫൈനൽ എക്സാമിന് ഒരുപാട് പഠിക്കാനും ഉണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കാണാം. അല്ല, നീ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നേ? ഭാവം കേട്ടതൊന്നും യോധ സിംഗ് ഞങ്ങളുടെ വീട്ടിൽ ഒളിച്ചിരിക്കാണെന്ന്. അയാൾ എവിടെയെങ്കിലും ഓടിപ്പോയി കാണുമെന്നേ. അയാൾ എന്തിനാ അന്യരുടെ വീട്ടിൽ താമസിക്കുന്നത്? ആൾക്കാരെ പേടിപ്പിക്കാനുള്ള ഒരായുധം അയാളുടെ കയ്യിലില്ല. കൂടി വന്ന വല്ല ബട്ടൺ നൈഫോ അല്ലെങ്കിൽ ഫ്രൂട്ട് നൈഫോ കാണും. അത് കണ്ട് ആരെങ്കിലും പേടിക്കോ? ശരി, നമുക്ക് നെക്സ്റ്റ് സൺഡേ കാണാട്ടോ. ബൈ.
ഓക്കെ ബൈ. എന്തൊരു കുഴപ്പമുണ്ടല്ലോ. കുറെ പഠിക്കാനുണ്ടെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞത്. പഠിക്കാൻ വേണ്ടി ഇപ്പൊ എക്സാം ഒന്നും ഇല്ലല്ലോ. ഞാൻ അവളോട് യോധ സിംഗിനെ കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല. എന്നിട്ട് അവൾ അത് സ്വയം പറയാൻ തുടങ്ങി. എനിക്കെന്ത് സംശയം തോന്നുന്നു, ചിലപ്പോ ആ യോധ സിംഗ് എങ്ങാനും അവളുടെ വീട്ടിൽ കാണൂ. അതുമല്ലാതെ അവൾ ഒരു വാക്കും കൂടി പറഞ്ഞു, ബട്ടൺ നൈഫോ ഫ്രൂട്ട് നൈഫോ അയാളുടെ കയ്യിൽ കാണുമെന്ന്. ഇപ്പൊ ഉറപ്പായി അയാൾ ചിലപ്പോ തീർച്ചയായും അവളുടെ വീട്ടിൽ തന്നെ കാണും. ഇപ്പൊ തന്നെ ലഡു സിംഗിനെ വിവരം അറിയിക്കണം. ആരാണവിടെ? ശ്രീവ ഫസ്റ്റ് ഫ്ലോറിൽ അവളുടെ റൂമിന്റെ അകത്താണ് ഉള്ളത്. യോധ സിംഗ് താഴെ ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ശിവ, ഗുഡ് ലക്ക്. ആരാണെന്ന് ഇല്ല ഇല്ല, മര്യാദക്ക് തിരിച്ചു വാ, അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ശരിയാക്കും. ധൈര്യം ഉണ്ടെങ്കിൽ താൻ താഴെ വാ, എന്നിട്ട് ഞങ്ങളെ പിടിക്കാൻ നോക്കാം. എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ടായിരുന്നു നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി രക്ഷപ്പെടുത്താൻ വരുമെന്ന്. ഓ, അപ്പൊ നീ മനഃപൂർവ്വം അവനെ ഇവിടെ വിളിച്ചു വരുത്തിയതാണല്ലേ? എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. സാരമില്ല, ഇന്ന് ഈ കുട്ടി നിങ്ങൾ ആരെയും ഒരിക്കലും രക്ഷിക്കാൻ പോകുന്നില്ല. അങ്ക് കുട്ടിയെന്ന് വിളിക്കരുത്. നിങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇത് ചീറ്റിംഗ് ആണ്. പക്ഷെ രേവ, ശിവ എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശിവ, നീ ഫൈറ്റ് തുടങ്ങി കേട്ടോ. ഞാൻ ലഡു സിംഗ് സാറിനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇപ്പൊ തന്നെ എത്തും. ആശുപത്രി കൊണ്ടുപോണേ. ഈ കുട്ടിയിൽ നിന്നും എന്നെ വേഗം കൊണ്ടുപോണേ.
ഇതുപോലത്തെ ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ എന്റെ ആസനം പോയേ. 10 കുതിരകളുടെ ശക്തിയാണ് ആ കുട്ടിക്ക്. വേദനിച്ചിട്ട് വയ്യേ. ഇനിയും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടോ അതോ മതിയായോ? എഴുന്നേറ്റ് നിന്നാലല്ലേ എനിക്ക് നിന്റെ കൂടെ വഴക്കിടാൻ പറ്റൂ. താങ്ക് യു ശിവ. ഇനി ഇവനെ ഹോസ്പിറ്റലിലേക്കല്ല, നേരിട്ട് സെൻട്രൽ ജയിലിലേക്കാ കൊണ്ടുപോകാൻ പോണത്. അവിടെ വേണം ഇവന് പിഴിച്ചിലൊക്കെ.